എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഇടത്തരം വലുപ്പത്തിലുള്ള 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതെടുത്ത് വെച്ചിരുന്ന 3 ഉരുളക്കിഴങ്ങും ഈ ഒരു രീതിയിൽ തോലൊക്കെ കളഞ്ഞൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. കഴുകിയതിന് ശേഷം ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഒരുപാട് വലിയ പീസസായിട്ട് മുറിച്ചെടുക്കേണ്ട. ഈ ഒരു വലിപ്പത്തിൽ കുറച്ച് ചെറിയ ചെറിയ പീസസായിട്ട് മുറിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഓരോ പീസിനെ ഇതേപോലെ 4ആയിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസസായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങെല്ലാം ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 3/4 വേവ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം പാത്രം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഒരു 3/4 വേഗമൊക്കെ ആകുമ്പോഴേക്കും ഇതിനെ ഒന്ന് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇത് അടുപ്പിൽ വേകാനായിട്ട് വെച്ചതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരയാൻ ആവശ്യമുള്ള വെള്ളം മാത്രം മതിയാകും. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങ് വേകാൻ വെച്ചിരുന്നത് ഒരു 3/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെള്ളമൊക്കെ ഒന്ന് വാർത്ത് കളയാം. എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു വലിയ സവാള, അതും ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തതാണ്. ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള വഴറ്റുന്ന സമയത്ത് തന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പം മസാലയ്ക്കുള്ളത് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അരപ്പിൻ്റെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കിയിട്ടിട്ട് വേണം അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഏലക്കയും 2 ഗ്രാമ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം മസാലയായിട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം കൂടി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് കറി നന്നായിട്ട് തിക്കായിട്ടിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അത് കറി ഇപ്പം നന്നായിട്ട് തിളച്ച് ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കറി നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റോളം അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി തുറന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആ മല്ലിയിലയുടെ ഫ്ലേവർ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പത്തിൻ്റെയോ പൊറോട്ടയുടെയോ ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.